അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ സുഹൃത്തുക്കളെ, നിങ്ങളിതൊക്കെ കേൾക്കുന്നുണ്ടോ? ഈ നൗഷാദിൻ്റെ ഈ പൊട്ടത്തരങ്ങൾ എത്രല്ലേ! എന്തോ ഒരു നല്ല തലീക്കെട്ടും കിട്ടി താടിയും വെച്ച് നല്ല വെള്ളത്തുണിയും വെള്ളക്കുപ്പായിട്ട് കാണ്ട് ഒരു സ്റ്റേജ് കയറി കാണ്ട് പറയുന്നത് കേട്ട ഒരു തെരുവ് തെണ്ടി പോലും പറയാത്ത വാക്കുകൾ ഇവനിങ്ങനെ പറയാം. എന്താണ് ഇവന് പറയുന്നത്? എന്താണ്? ഒരു മിനിറ്റ് ഒന്ന് കേൾക്കിട്ടോ, എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പറയാം. സംഭവിച്ചത് നിങ്ങളൊന്നുമല്ല എന്ന് സംഭവിച്ചു. അന്നതാ വലിയ ആള് പറയുന്നുണ്ട്, എന്തായാലും മണ്ണാർക്കാട് നിങ്ങൾ തോൽപ്പിക്കണം, ഒരു കാലത്തും അയാളെ വിജയിപ്പിക്കരുത് എന്നാണ്. മണ്ണാർക്കാട് MLA ഇവരെ വലിയ ആളെന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് വലിയ ആളെന്നെടോ, ഞങ്ങൾക്കത് മുത്ത് മാണിക്ക കല്ല് പുകലെന്നെയാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. മനസ്സിലായ എനിക്ക്? അതിൻ്റെ ഒന്നും മൂത്രം ചാടിക്കിടക്കാൻ മോനെ എൻ്റെവനായിട്ടില്ല. ഇനി 10,000 വട്ടം ജനിച്ചാൽ ഇജു എൻ്റെ ഷെയ്ഖും കൂട്ടരും ഒന്നിച്ച് ജനിച്ചാലും ആവൂല, അതാകൂല. അതിൽ യാതൊരു സംശയമില്ല. അതിൽ വല്ലാഹി സത്യം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. സുൽത്താനുൽ ഉലമൻ്റെ മേലെ നിൽക്കാൻ നിനക്കും നിൻ്റെ ഷെയ്ഖിനും കഴിയൂല മോനെ, അത് ഉറപ്പായി, യാതൊരു സംശയമില്ല. ഇനി അതൊന്ന്. രണ്ടാമട്ടം വലിയ ആൾ പറയുന്നുണ്ട് മണ്ണാർക്കാടത്തെ MLA തോൽപ്പിക്കണമെന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ, ആ വിഷയം അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ കളിച്ചു നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് രാഷ്ട്രീയമല്ലേ ഉള്ളത്. ഇനി ആ രാഷ്ട്രീയത്തിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കിട്ടുന്നത് വരെ രാഷ്ട്രീയത്തിൽ കളിച്ചു നോക്കുകയാണ് അവന്. ഏതായാലും ഇനി AP ഉസ്താദ് ഒന്ന് പറയട്ടെ. കേട്ടില്ല അവൻ പറഞ്ഞ്? ഇനി AP ഉസ്താദ് എന്ന് പറയട്ടെ. മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നു. സുൽത്താനുൽ ഉലമ പറയുന്നു, മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നു. നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2-ാം ദിവസം ജാമ്യത്തിൽ വിട്ടു. 2 മനുഷ്യന്മാരെ കൊന്നു. ആ കൊന്നവരെ അറസ്റ്റ് ചെയ്തു. 2-ാമത്തെ ദിവസം അവരെ ജാമ്യത്തിന് വിട്ടു. 2-ാമത്തെ ദിവസം അവരെ ജാമ്യത്തിന് വിട്ടു. ഓക്കെ, ബാക്കി വിട്ടിട്ട് പിന്നെയും അവരിൽ നടക്കുകയാണ് നമ്മുടെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ ആളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും ആളെ ജയിപ്പിക്കാൻ പാടില്ല, ആൾ ഈ രാജ്യത്തിന് ദ്രോഹിയാണെന്ന്. ഉസ്താദ് ഈ പറഞ്ഞ വിഷയം മനസ്സിലായോ നിങ്ങൾക്ക്? ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി. അഥവാ മണ്ണാർക്കാട് നൂറുദ്ദീനെയും കുഞ്ഞു ഹംസയെയും കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല, അവരെ ആ കൊലപാതകം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്ത് അവരെ പോയിട്ട് ജാമ്യത്തിന് വിട്ടുകൊടുന്നു. ആരാ വിട്ടുകൊടുന്നത്? അവിടുത്തെ ഒരു MLA. ആ MLAയുടെ സഹായമാണ് അവർക്ക് മുഴുവനും ഉണ്ടായത്. ആ MLAയുടെ സഹായമാണ് ഉണ്ടായത്. ഈ സഹായിച്ച വ്യക്തികൾ ആരാണെന്നറിയോ? അവർ അവിടെ അറുകൊല ചെയ്ത വ്യക്തികളാണ്, അറുകൊല ചെയ്ത ആളുകളാണ്. അങ്ങനത്തെ ആളുകൾക്ക് സഹായം ചെയ്തു MLA. അങ്ങനത്തെ MLA ജയിപ്പിക്കാൻ പാടില്ല. അങ്ങനത്തെ MLA ഒരു കാലത്തും ജയിപ്പിക്കാൻ പാടില്ല. സ്വാഭാവികമാണ്, ദേഷ്യത്തോടെ പറയും. അത് ദേഷ്യത്തോടെ ഉറപ്പായിട്ടും പറയില്ലേ. AP ഉസ്താദ് പ്രത്യേകിച്ച് പറയില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മർക്കസു സഖാഫത്തി സുന്നിയക്ക് മഅദിനിന് ഇതുപോലെ നിരവധി അനവധി നമ്മളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന മഹൽ വ്യക്തിയാണ് ഹംസക്ക. കുഞ്ഞു ഹംസ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി മർക്കസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ പറയുന്നത് AP ഉസ്താദ് ഈ പറയുന്നത് മർക്കസിൻ്റെ അവിടെ വെച്ചിട്ടാണ് പറയുന്നത്. സമ്മേളനത്തിലല്ല, മറ്റൊരു പരിപാടിയിൽ വെച്ചുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ബുഖാരി സംഗമത്തിലാണോ എന്ന് എൻ്റെ ഒരു സംശയം. അവിടെ വെച്ചിട്ടാണെന്നാണ് എന്ത് തോന്നുന്നു. ഏതായാലും സമ്മേളനത്തിലല്ല. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഉസ്താദ് അത് പറയില്ലേ? ഉസ്താദിൻ്റെ വേദന ഉസ്താദ് പറയില്ലേ? ഉസ്താദിൻ്റെ കുട്ടിയെയല്ലേ കൊലപാതകം ചെയ്തിട്ടുള്ളത്? ഉസ്താദിൻ്റെ കുട്ടിയല്ലേ നൂറുദ്ദീൻ? ആ നൂറുദ്ദീനെ കൊലപാതകം ചെയ്താൽ ആ ഉസ്താദ് അങ്ങനെ പറയില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാലത്തും ജയിപ്പിക്കാൻ പാടില്ല എന്ന്. ജയിച്ചോ ജയിച്ചില്ല അത് വേറെ വിഷയം.
തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, അത് ഉസ്താദ് പറയൂലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തിനാണ് അവിടെ നമ്മൾ സംശയിക്കേണ്ടത്? അവിടെ അത് ഉസ്താദ് പറയണല്ലോ. ഉസ്താദ് അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ആളുകളാണ് എന്താ ചെയ്യുക? വേറുള്ളവരാണ് നമ്മളെ കുട്ടികളെ ഒരാൾ കൊലപാതകം ചെയ്താൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ കഴിയുമോ? ആ നൂറുദ്ദീനി എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്നറിയോ? ശമ്പളം വാങ്ങാതെ അവിടെ നാട്ടിലുള്ള മദ്രസയിൽ ഫ്രീ ആയിട്ട് ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയും കൂടെയാണ്. ശമ്പളം വാങ്ങാതെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ഇവർ അറുങ്കൊല ചെയ്തിട്ട് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ നെഞ്ചത്ത് കയറി കുത്തിരുന്നിട്ട് അവിടെ കുത്തേക്കെ വേട്ടെ എനിക്ക് വെള്ളമല്ല മൂത്രാതെ വരുന്നതെന്ന് പറഞ്ഞിട്ട് തൊള്ളിക്ക് മൂത്രമൊഴിച്ച ടീമാണ് ഈ ടീം. ആ ടീമിനാണ് എന്ത് ചെയ്തത്? അവിടുത്തെ MLA അന്ന് സഹായിച്ചത്. ആ സഹായിച്ചു ആ MLA എന്ന അറിയൽ കൊണ്ടാണ് അവിടെ AP ഉസ്താദിൻ്റെ പ്രസംഗം വരുന്നത്. ആ പറയുന്നിടത്താണ്, ആ കേട്ടയിടത്താണ് AP ഉസ്താദ് ഈ പറയുന്നത്. അതല്ലാതെ നമുക്ക് ആര് ജയിച്ചു തോറ്റു എന്നുള്ളതിലേ പ്രശ്നമേ അല്ല. അതുകൊണ്ട് മാത്രമാണ് വടശ്ശേരി അസം മുസ്ലിയാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതാണ് വടശ്ശേരി അസം മുസ്ലിയാർ പറഞ്ഞത്. ഒക്കെ അത് സംബന്ധമായിക്കൊണ്ടാണ് ആ നൂറുദ്ദീനെയും കുഞ്ഞു ഹംസയെയും കൊലപ്പെടുത്തി. അവർ നമ്മളുടെ പ്രധാന വ്യക്തികളായിരുന്നു. അവർ നമ്മുടെ പ്രസ്ഥാന കുടുംബക്കാരായിരുന്നു. അവർ നമുക്ക് വേണ്ടിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സഹായിക്കുന്നവരായിരുന്നു. അവരെയാണല്ലോ ഈ ചെയ്തത് എന്നുള്ള ഒറ്റ കാരണത്താൽ. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഇന്ന് നൗഷാദ് കൂടിക്കൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നൗഷാദേ, അതെനിക്ക് നല്ലീനാവൂല. അതെന്താ? ഇതെനിക്ക് നല്ലീനാവൂല. അത് നല്ലോണം മനസ്സിലാക്കിക്കോ. നല്ലീനാവൂല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച്, ഇത് രാഷ്ട്രീയമാണ്. ഓരെ വെറുതെ ചൊടിപ്പിക്കണ്ട. എൻ്റെ ഈ സംസാരമൊക്കെ ലീഗുകാരെ ചൊടിപ്പിക്കുന്ന സംസാരമാണ്. കാരണം അവർ ഇപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്നൊരു പ്രയാസവും ഇല്ലാതെ നല്ല രൂപത്തിൽ, അത് AP വിഭാഗത്തിനേറ്റാവട്ടെ, EK വിഭാഗത്തിനേറ്റാവട്ടെ, മറ്റുള്ള ആളുകളേറ്റാവട്ടെ, എല്ലാവരേറ്റും ഒരു നല്ല ഒരു അന്തരീക്ഷത്തിൽ നടക്കുകയാണെന്ന് എല്ലാ വിഷയങ്ങളിലും നമുക്കറിയാം. എന്നിട്ട് അവൻ അവിടെ പറയാം, അയാളിപ്പോൾ ഒന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അയാൾ മന്ത്രി ആയിക്കോട്ടെ, സത്യപ്രതിജ്ഞ ചെയ്തോട്ടെ. ഈ പറയപ്പെട്ട വ്യക്തികളൊക്കെ ചെന്നല്ലോ AP ഉസ്താദിൻ്റെ അടുത്ത്. ഈ പറയപ്പെട്ടവരൊക്കെ ചെന്നല്ലോ AP ഉസ്താദിൻ്റെ അടുത്ത്. എല്ലാവരും ചെന്നല്ലോ. എന്തേ അവിടെ ഉണ്ടായിരുന്നിട്ട്? അതൊക്കെ ചങ്ങായിയെ നൗഷാദേ, ഇജൻ്റെ മാതിരിയുള്ള കരിമ്പൊട്ടന്മാരാരുമില്ല. മനസ്സിലായി എനിക്ക്? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇജ് സംസാരിക്കുന്നത് രാഷ്ട്രീയക്കാരെ ചൊടിപ്പിക്കലാണ്. ഈ കാന്തപുരം വിഭാഗത്തിനെ ചൊടിപ്പിക്കലല്ല. ഞങ്ങൾക്ക് പിഞ്ഞിപ്പച്ച് എന്ത് പറഞ്ഞാലും മത്തായി എണ്ണമാരിയാണ്. ഞങ്ങൾക്ക് ഒന്നും വരാനില്ല. ഞങ്ങൾക്കിവിടെ സുന്നത്യമായത്താണ്. ആ സുന്നത്യമായത്ത് ഞങ്ങളിവിടെ പറയുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. ഇജി ഞങ്ങൾക്ക് ഒന്നുമല്ല. ഇജി ഞങ്ങൾക്ക് ലാശേ ആണ്, വെറും തുറാബാണ്. തുറാബ്. അപ്പം ആയതുകൊണ്ട് എൻ്റെ ഇതുപോലത്തെ പ്രസംഗം കേട്ടിട്ട് അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ചൊടിപ്പിച്ചാൽ അത് എനക്ക് തന്നെയാണ് ദോഷം ചെയ്യാന്ന് വെച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം രാഷ്ട്രീയക്കാർ ഇന്ന് പറഞ്ഞത് അവരെ നാളെ പറയാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കണത് വേറെ വിഷയം കേട്ടോ. രാവിലെ പറഞ്ഞതല്ല ഉച്ചയ്ക്ക് പറയണേ. രാഷ്ട്രീയക്കാർ പിന്നെ എന്ന് പറഞ്ഞത് അവരെ നാളെ പറയാന്ന് പറഞ്ഞാൽ നാളേക്കൊക്കെ ഒരു മാറ്റമുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. രാവിലെ പറഞ്ഞ ഉച്ചക്ക് തന്നെ മാറ്റി പറയും. അതിലും വലിയ വണ്ടി പേച്ച തന്നെ ജയിച്ച്. അപ്പോൾ ആയതുകൊണ്ട് അത് നല്ലോണം ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ്. രാഷ്ട്രീയക്കാരുണ്ടല്ലോ, കുറേ ദിവസമായിക്കണ ഈ ഇലക്ഷൻ തുടങ്ങിയത് മുതലേ തുടങ്ങിക്കണിച്ച് വെറുതെ ഇങ്ങനെ രാഷ്ട്രീയക്കാരെ ചൂടാക്കണേ. ഓരോന്നും തീട്ടല്ല തിന്നണത്, അന്നം തന്നെയാണ് തിന്നണത്. അത് മനസ്സിലാക്കിക്കോ. ലീഗേറിട്ടിട്ട് ഇങ്ങനെ കുത്തുക, ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ കുത്തുക, AP ഉസ്താദിനെ ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി കോൺഗ്രസ്സുകാരായിട്ട് ഇങ്ങനെ കുത്തുക, പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഈ കാർട്ടൂണും അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് AP ഉസ്താദിൻ്റെ കോലൊക്കെ ഉണ്ടാക്കി പടച്ചു വിട്ടത് ആരാണ്? ഈ മുജാഹിദും ഈ കള്ളത്തൊരീക്കത്തുകാരുമാണ്. വേറൊരു ലീഗുകാരനും അല്ല. ഒരിക്കലും വിശ്വസിക്കരുത് ലീഗുകാരൻ ചെയ്തതാണ്. ലീഗുകാരൻ ചെയ്യൂല. ഒരു ലീഗുകാരനും അല്ല. ആ മറ്റുള്ള രൂപത്തിലൊക്കെ AP ഉസ്താദിൻ്റെ രൂപമൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അതൊന്നും ഒരു ലീഗുകാരൻ ചെയ്തതല്ല. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒരു ലീഗുകാരനും അങ്ങനെ ചെയ്തിട്ടില്ല. അത് ഉറപ്പാണ്, സംശയമില്ല. പക്ഷേ
അത് ഈ തൊരീക്കത്ത് തരാം, കള്ളത്തൊരീക്കത്ത് തരും. ഈ നൗഷാദിൻ്റെ ടീം അല്ലെങ്കിൽ വഹാബികൾ, ഇവർ രണ്ട് കൂട്ടരും കാട്ടിക്കൂട്ടരാ. കാരണം എന്തിനാണ്? തമ്മിൽ തല്ലാൻ വേണ്ടിക്കൊണ്ട്. നല്ലോണം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം.